ഇപ്പോൾ സംസ്ഥാനത്തെ വിവിധ നഗരസഭകളിൽ ഡെപ്യൂട്ടി മേയർ അതോടൊപ്പം തന്നെ വൈസ് ചെയർപേഴ്സൺ സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ പുരോഗമിക്കുകയാണ്. കൊല്ലത്ത് നിന്ന് അരുൺരാജ് ചേരുന്നു. അരുൺരാജ്, കൊല്ലം നഗരസഭയെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായി ഒന്നും സംഭവിക്കാൻ ഇടയില്ല. UDFന്റെ സ്ഥാനാർത്ഥി ഉദയ സുകുമാരൻ വൈസ് ചെയർപേഴ്സൺ ആയേക്കും എന്ന് തന്നെയല്ലേ സൂചനകൾ? തീർച്ചയായും ദിലീപ് കുമാർ, കൊല്ലം കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കുള്ള മേയറായുള്ള സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ആദ്യ റൗണ്ട് തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ ആരംഭിക്കുന്നത്. UDFിൽ നിന്ന് ഡോക്ടർ ഉദയ സുകുമാരനും LDFിൽ നിന്ന് സുജയും NDയിൽ നിന്ന് ശൈലജ ബിയുമാണ് മത്സരരംഗത്തുള്ളത്. ആദ്യ റൗണ്ട് മത്സരത്തിന് ശേഷം രണ്ടാം റൗണ്ട് മത്സരത്തിലേക്ക് കടക്കും. UDFിന് തന്നെയായിരിക്കും. UDFിലെ ഡോക്ടർ ഉദയ സുകുമാരൻ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് മേയറായി എത്തും എന്നുള്ളതാണ് നിലവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്. മറ്റ് അട്ടിമറി സാധ്യതകൾ നിലവിലില്ല എന്നുള്ളതാണ്. രാവിലെ ഉണ്ടായ ഒരു പ്രധാന വിഷയം SDP പിന്തുണ UDFിൽ ലഭിച്ചു എന്നുള്ളതാണ്. അത് ഈ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിലും അത്തരമൊരു പിന്തുണ SDP ഭാഗത്ത് നിന്നുണ്ടാകുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ആദ്യ റൗണ്ടിൽ SDP പിന്തുണയോടെയാണ് AK ഓഫീസിന് 28 വോട്ടാണ് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിലും ആ പിന്തുണ SDP നൽകുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. രാവിലെ രണ്ടാം റൗണ്ടിൽ 27 വോട്ട് നേടിയാണ് AK ഓഫീസ് മേയർ സ്ഥാനം ഉറപ്പിച്ചത്. SDP പിന്തുണ രണ്ടാം റൗണ്ടിൽ ലഭിച്ചില്ല. BJP തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുന്ന കാഴ്ചയാണ് ഉണ്ടായത്. ഏതായാലും വലിയ ആരോപണ പ്രത്യാരോപണങ്ങൾ SDP പിന്തുണയുമായി ബന്ധപ്പെട്ട് കൊല്ലത്ത് ഇപ്പോൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. കൊല്ലം കോർപ്പറേഷന്റെ ഡെപ്യൂട്ടി മേയറായി കോൺഗ്രസിലെ UDF സ്ഥാനാർത്ഥി ഡോക്ടർ ഉദയ സുകുമാരൻ കരുമാലിൽ. ഡോക്ടർ ഉദയ സുകുമാരന് 4ാം അംഗമായിരുന്നു ഇത്തവണ. നേരത്തെ കൊല്ലം കോർപ്പറേഷൻ രൂപീകരിക്കുന്നതിന് മുമ്പ് കൊല്ലം മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനായിരുന്നു ഉദയ സുകുമാരൻ്റെ ഭർത്താവ് കരുമാലിൽ സുകുമാരൻ. ഉദയ സുകുമാരൻ കൊല്ലം കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി മേയറായി തിരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യതയാണ്. വോട്ടിംഗ് പുരോഗമിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.